എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആരും സ്കിപ്പ് അടിക്കാതെ തന്നെ കാണണം കേട്ടോ. അപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് കാണാൻ കഴിയാത്ത ഞരമ്പ് രോഗി എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. അതിനപ്പുറത്തോട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതേ ഉള്ളൂ പറയാൻ. എനിക്കറിയില്ല പറയാൻ എന്ത് പറയണമെന്ന്. അത്തരത്തിലുള്ള ഒരു അച്ഛനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അത് ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളെ വളരെയധികം കെയർ ചെയ്യേണ്ടിയിരിക്കുന്നു. അച്ഛനാണെന്നോ സഹോദരനാണെന്നോ കൊച്ചച്ഛനാണെന്നോ വല്യച്ഛനാണെന്നോ അപ്പൂപ്പനാണെന്നോ എന്നൊന്നും പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കരുത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇതൊക്കെ ഒരു അനുഭവമായിരിക്കണം, പാഠമായിരിക്കണം. അനുഭവം എന്നല്ല ഞാൻ പറഞ്ഞത്, പാഠമായിരിക്കണം ഇതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിൽ വെച്ചിരിക്കുകയും വേണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കാണാം. ആദ്യം അച്ഛൻ എയർ ഹോളിൽ കൂടെ വന്ന് നമ്മൾ കിടക്കുന്നൊക്കെ നോക്കും. അത് തന്നെ അച്ഛൻ പിടിക്കുന്നത് വേറൊരാൾ പിടിക്കുന്നത് അതുപോലെയല്ല, പക്ഷെ അച്ഛൻ പിടിക്കുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ആവശ്യമില്ലാത്ത ഭാഗത്തൊക്കെ എങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയി ഒരു പേടിയാണ്. അവർ ഈ വർഷത്തെ SLC പരീക്ഷ പോയി കുഞ്ഞ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ ഈ കുട്ടികൾ കിടക്കുന്നിടത്ത് എയർ ഹോളിൽ കൂടെ പോയി നോക്കും. എന്നിട്ട് കുട്ടികളെ ഇങ്ങനെ കടന്ന് പിടിക്കും. രഹസ്യ ഭാഗങ്ങളിലൊക്കെ അങ്ങേര് പിടിക്കും എന്നാണ് പറയുന്നത്. ശരിക്കും എൻ്റെ പൊന്നു മോളെ, നിനക്ക് 10-18 വയസ്സായില്ലേ? അങ്ങനെ കൈ പിടിച്ച് കടിച്ച് പറിച്ച് കളഞ്ഞൂടായിരുന്നോ നിനക്ക്? അല്ലെങ്കിൽ അച്ഛനാണെന്ന് നോക്കാതെ മൂക്കാമണ്ട പുളക്ക് ഒരെണ്ണം ഇടിച്ച് കിടത്തി കൊടുത്തുകൂടായിരുന്ന ഈ നാറിയെ? ഇവനെയൊക്കെ എങ്ങനെ അച്ഛാന്ന് വിളിക്കാൻ കഴിയുന്നു? എടോ മനുഷ്യ, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ വിത്തല്ലേ ഇതൊക്കെ? ഇതിനോടൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് നിനക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു? ഈ ലോകത്ത് പെണ്ണുങ്ങൾക്ക് ഇത്ര ക്ഷാമമാണോ ചേട്ടേ? ഇളയ മോളെ വായിക്കാത്തുള്ളൂ മത്തി ഒഴിച്ചു കൊടുത്തു. ശരീരം നന്നാവുന്ന മരുന്നാണ് മോളെ എന്ന് പറഞ്ഞ് വായിക്കണ്ടെന്ന് ഒഴിച്ചു തന്നായിരുന്നു അച്ഛൻ. ഇത് മരുന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരുന്നു. പറഞ്ഞത് കഷായാണ് മോളെ, അതിലിങ്ങനെ മധുരവും സ്മെല്ലൊക്കെ കാണും. ശരീരം പിടിക്കാൻ നിർബന്ധിച്ചോ? ശരീരം നന്നാവുള്ള മരുന്നാണെന്ന് പറഞ്ഞാൽ എനിക്ക് കൊണ്ടുവന്ന് തന്നു. പുറത്തോട്ട് ഇറങ്ങാൻ ഇവർക്ക് പേടിയാ. ആരടുത്തെങ്കിലും മിണ്ടാൻ തന്നെ പേടിയാ. കുട്ടികളെ 10ാം ക്ലാസ്സിലാണോ പഠിച്ചത്? ഇപ്പൊ 10ല് SLC പരീക്ഷ എഴുതിയിട്ട് ഞാൻ അടുത്ത വർഷം സ്കൂളിൽ നിന്ന് SLC പരീക്ഷ എഴുതാൻ പറ്റുമോ എന്ന് വെച്ചാൽ എന്റെ അടുത്ത് വിളിച്ചു. ഈ പെൺകുട്ടികളെ അത്രയ്ക്ക് ചേച്ചി ഈ വീടിനകത്ത് അടച്ചിട്ടേക്കോണി. അടച്ചിട്ട് ഞാൻ പോണടുത്ത് മൊത്തവും ഇങ്ങനെ പൊതുക്കി വെച്ച് ഞാൻ എന്റെ പെൺമക്കളെ കൊണ്ട് നടക്കി. ടെറസ് വീടാണ് മോളെ, അതിന്റെ വെന്റിൽ. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പാവം വളരെ കഷ്ടമാണ് ഇവരുടെ കാര്യങ്ങൾ. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എവിടെ പോയാലും ഇവർ പൊതുക്കി വച്ചാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ ഈ വൃത്തികെട്ടവൻ എന്തോ ചെറിയ മധുരവും സ്മെല്ലും ഒക്കെയുള്ള സാധനം കൊണ്ടുവന്നിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് കുടിപ്പിച്ചു അത്രേ. അരിഷ്ടമാണ്, ദേഹം നന്നാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മുതു കുടിപ്പിച്ചത്. അപ്പോൾ കുടിപ്പിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇതെന്തോ അരിഷ്ടോ ഇതുപോലെ ആൽക്കഹോൾ അടങ്ങിയ എന്തെങ്കിലും അരിഷ്ടോ മറ്റോ ആയിരിക്കും. അങ്ങനെ കുടിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ കേൾക്കാം. വഴി ആനമതി ദിവസങ്ങളിൽ വന്ന് കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയിൽ വന്ന് എത്തി നോക്കും. പേടിച്ചവര് കടന്ന് വിളിച്ച് എന്റെ അടുത്തെന്ന് പറഞ്ഞ അമ്മ ആരാ വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു, പൂച്ചയാണോ എന്തോന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേന് ശരീരം പകുതി ആ വെന്റിലേറ്ററിന്റെ കീഴത്തൂടെ മുറിക്കകത്തോട്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഭാഗം ചെയ്ത് തുടങ്ങുന്നത്? ഇയാളുടെ സ്വന്തം മക്കള് തന്നെയല്ലേ ചേച്ചി? എനിക്ക് എന്നെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം അച്ഛൻ ഒരു കുഞ്ഞുങ്ങളോട് ഇങ്ങനൊക്കെ ചെയ്യൂ? ആ വെന്റിലേഷൻ വെച്ചിരിക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ശരീരത്തിൻ്റെ പാതി ഭാഗം അതിനകത്തോട്ട് ഇട്ട് നോക്കിക്കൊണ്ട് നിൽക്കും. കുഞ്ഞുങ്ങൾ കിടന്ന് വിളിക്കുന്നു, പേടിച്ചിട്ട് ആരോ വന്ന് നിൽക്കുന്നു എന്ന് കരുതിയിട്ട്. ഈ അമ്മ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് കാണുകയാണ്. അവർ ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെയല്ലേ എന്നും പറഞ്ഞിട്ട്, ഇങ്ങനെ നിങ്ങളിവിടെ എന്തെടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ അമ്മ. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങൾ ഇങ്ങനെ ഒന്നും ചോദിക്കുകയും വേണ്ട പറയുകയും വേണ്ട. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ചെറുവത്തടി ഇല്ലേ വീട്ടിൽ, എടുത്ത് ഒരെണ്ണം അങ്ങ് പെരുമാറണം. പുല്ല് പോട്ടെന്ന് വെക്കണം. കുഞ്ഞുങ്ങളെ വല്ല അഗതി മന്ദിരത്തിൽ കൊണ്ടാക്കിയിട്ട് അന്തസ്സായിട്ട് ജയിലിൽ പോകണം. അതാ ചേച്ചി നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. ശരിക്കും ഇവനെ ഒന്നും ജീവിക്കാൻ വിടരുത്, അല്ലെങ്കിൽ അവൻ്റെ ചെത്തിക്കളയണമായിരുന്നു. എനിക്ക് നീ 10 വയസ്സ് നീ തരണ്ട. 10 വയസ്സ് എനിക്ക് തരണ്ട മക്കളെ. അയാള് ജനിപ്പിച്ച കൊച്ചുങ്ങളല്ലേ. ഒരു രൂപ പോലും എന്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുക. അവിടെ ഒരു ഓണായ നിനക്കറിയാമോ? തിരുവോണത്തിന് എന്റെ അമ്മയും സഹോദരങ്ങളും സന്തോഷമായിട്ട് അവർ ആഹാരം കഴിച്ചപ്പോ ഞാനും എന്റെ കൊച്ചുങ്ങളും പട്ടിണി. 1 മാസം ആ വീട്ടിൽ പട്ടിണി. ഒരു നിമിഷം എന്റെ കൊച്ചുങ്ങൾ അയാളെ വലയിലാകും. അതിനുള്ള നീക്കങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോ നിൽക്കുന്നത്
അങ്ങനെ അയാളുടെ വലയിലാവുന്ന നീക്കങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അയാളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. അതാണ് നിങ്ങളൊരു അമ്മ എന്നുള്ള നിലയിൽ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ. നിങ്ങൾ നിയമപ്രകാരം മുന്നോട്ട് പോവുക, അതാണ് വേണ്ടത്. ഈ ചാനലിൻ്റെ മുന്നിലേക്കൊക്കെ നിങ്ങൾ വന്ന് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ചാനലിനെ കാണിക്കുന്നതിനേക്കാൾ, കുഞ്ഞുങ്ങളുടെ മുഖം നിങ്ങൾ കാണിച്ചിട്ടില്ല, ശരിയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ചാനലിൽ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളെ ചാനലുകാർ ഈ ചാനലിൽ വഴി എല്ലാവരും നിങ്ങളെ കാണുന്നുണ്ട് ചേച്ചി. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇങ്ങനെയാണ്. വാർത്തകളെല്ലാം എല്ലാവരും അറിയും. കാരണം ഇത് കമ്പ്യൂട്ടർ യുഗമാണ്. അതുകൊണ്ട് എന്തും എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത്, രണ്ട് പെൺകുട്ടികളല്ലേ ഈ വൃത്തികേടുകൾ കാണിക്കുന്നത്, അവരുടെ അച്ഛനും കൂടിയാണ്. അപ്പോൾ ഇത് പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്നാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഇത് കേട്ടിട്ട് ആരും എൻ്റെ മെക്കിട്ട് കയറാൻ വന്നേക്കരുത്. ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിനെ അറിയിക്കണമായിരുന്നു, വാർഡ് മെമ്പറിനെ അറിയിക്കണമായിരുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അവരുടെ സഹായത്തോടു കൂടി നിങ്ങൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടണമായിരുന്നു. ഇതായിരുന്നു ചെയ്യേണ്ട ഏറ്റവും നല്ല മാർഗം. അവനെ പിടിച്ചുകൊണ്ടുപോയി പോലീസുകാർ കൊടുക്കേണ്ടടുത്ത് 2 ചവിട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ ഏതൊക്കെയടങ്ങ് മാറിക്കിട്ടിയാനെ. പിന്നെ നിങ്ങൾക്ക് കോടതി വഴി ഇവനുമായിട്ടുള്ള ബന്ധം വേർപെടുത്താമായിരുന്നു, ഇവനെ വീടുമായിട്ട് വിലക്ക് ഏർപ്പെടുത്താമായിരുന്നു. ഇത് ഒന്നും ചെയ്യാണ്ട് മാധ്യമപ്രവർത്തകരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിനെ വിളിച്ച് ഈ ഒരു സംഭവം അറിയിച്ച് കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് ഭാവിയിൽ ഇന്നതുപോലെ ഒരു വ്യക്തിയുടെ മക്കളാണ് എന്നുള്ള ആ ഒരു അങ്ങനെ ഒരു ഐഡൻറ്റിറ്റിയാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. കുഞ്ഞുങ്ങളുടെ മുഖമൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ മുഖം കാണിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളെ കാണുമ്പോൾ എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കും ഇവരുടെ കുഞ്ഞുങ്ങളാണ്. അച്ഛനിൽ നിന്നും കൊടിയ പീഡനങ്ങൾ ഇപ്പോൾ നിലവിൽ ഈ കുട്ടികൾക്ക് നാവിൽ കടിയും കൊണ്ടു സംഭവിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ആളുകൾ പറഞ്ഞുണ്ടാക്കും. അതിനൊന്നും മടിക്കില്ല. അപ്പോൾ ഇനിയെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള അമ്മമാരുണ്ടെങ്കിൽ, എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. പലരും പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ വന്ന് പറയണം എന്നൊക്കെ. അതങ്ങനെ പലരും പറയുന്നത് അവർക്ക് ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടും പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് പറയുന്നത്. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു അമ്മമാരും ചാനലിൽ വന്ന് പറയാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ പഞ്ചായത്ത് മെമ്പറുമായിട്ട്, വാർഡ് മെമ്പർ, പ്രസിഡൻറ്റ് ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷം അവർ വേണ്ടുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്തു. അവരവനെ വിളിക്കും, അവനോട് സംസാരിക്കും, താക്കീത് കൊടുക്കും. എന്നിട്ട് കേട്ടില്ലെങ്കിൽ അവർ പോലീസിൽ, നമ്മുടെ പഞ്ചായത്തിൽ ഒരു മെമ്പറോ ഒക്കെ ചെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് പോലെയൊന്നും അല്ല, വളരെ സ്ട്രോങ് ആയിരിക്കും കാര്യങ്ങൾ. അവരായിട്ട് വന്നിട്ട് നിങ്ങളെയും കൂട്ടി പോയിട്ട് അവർ കേസ് കൊടുക്കും. അവരതിൻ്റെ വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. ഇത് ഒന്നും അല്ലെങ്കിൽ പോലും നിങ്ങൾ നേരെ ചെന്ന് കേസ് കൊടുത്താൽ പോലും പോലീസുകാരും മൈൻഡ് ചെയ്യാതിരിക്കില്ല ഇത്തരത്തിലുള്ള ഒരു കേസിന്. അവൻ്റെ 6-ാം മാലി നോക്കി 2 ചവിട്ടും 4 കിക്കും കിട്ടുമ്പോൾ അവൻ്റെ ഇതൊക്കെ എടുത്താനും മാറിക്കോളും. അപ്പോൾ ഇത് ഇനിയെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ചാനലിനെ സമീപിക്കണമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അതിനൊന്നും നിൽക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല മാർഗം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനോട് ഞാൻ പറഞ്ഞ കാര്യത്തോട് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും വന്ന് കമൻ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇനി ബാക്കി കേൾക്കാവേ. ഈ സംഭവം നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കിളിമാനൂർ ജില്ലയിലെ പള്ളിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവർ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് പോവുകയാണ്. അതുകൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. ഒരുപാട് എന്നെ ഉപദ്രവിച്ച് അതേ രീതിയിൽ ഞാൻ നിൽക്കാത്ത ഞാൻ കരഞ്ഞിട്ടുണ്ട് അയാളെ മുമ്പിൽ. ഞാൻ TV-യിൽ അതെന്നെ കാണിച്ച് ഞാൻ പറഞ്ഞു. സംഭവം ഈ ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൊബൈലിലും അതുപോലെ TV-യിലും ഒക്കെ കാണുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, പോൺ വീഡിയോകൾ, അതേ രീതിയിൽ ഈ ചേച്ചി ഇടപഴകാത്തത് കൊണ്ട് ഒരുപാട് ഇവരെ അയാൾ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. എനിക്ക് കാണണ്ട, ഇതുപോലെ നിങ്ങളടുത്ത് കഴിയാൻ എനിക്ക് ഒക്കൂല. അന്ന് എന്നെ എന്റെ തല അടിച്ച് പൊട്ടിച്ച് പാരിപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി തയ്യലിടാൻ പോയപ്പോഴത്തേന് എന്റെ അമ്മാവി എന്റെ അടുത്ത് പറഞ്ഞു, മക്കളെ നീ ആശുപത്രിയിൽ ചെന്നാ ഇവ ഉപദ്രവിച്ചെന്ന് പറയരുത്, അത് കേസിന്റെ വഴിക്ക് പോകും. അപ്പോഴെന്റെ ഭർത്താവ് പറഞ്ഞതാ, നീ കേസ് കൊടുത്താ
നിന്നെ തൂക്കാനുള്ള വഴി എനിക്കറിയാം. ഇവർക്കായിട്ട് ഞാൻ ഈ മീഡിയക്കാരുടെ മുമ്പിൽ ഞാൻ ഇത് അവതരിപ്പിക്കുന്ന കാരണം എന്ന് പറഞ്ഞ ഒരു മദ്യപാനി, സംശയരോഗി, അയാൾ ആ മനസ്സിലുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളടുത്ത് പെരുമാറുമെന്ന് എനിക്ക് പെൺകുട്ടികളെ 2 പെൺകുട്ടികൾ. എത്ര വയസ്സായി ചേച്ചി മക്കൾക്ക്? 16, 15. വാടക വീടാണ്. വാടക വീട്. പുറത്തോട്ട് ഇറങ്ങി പോവാൻ എനിക്ക് കാട്ടിനിടയ്ക്ക് വാടക വീട് എടുക്കാൻ കാരണം പേടിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ജീവിക്കുന്നത്. എന്നിട്ട് ഇവിടെയും വന്ന് ഈ കാട്ടിനിടയ്ക്ക്. ഇതിനു മുമ്പ് നിങ്ങൾ വാടക വീട്ടിലായിരുന്നു? ഒരുപാട് വീട് ഞാൻ മാറി. ഇയാളെ പേടിച്ച് മാറിയാണ് പഠിക്കുന്ന മോള്. 2 പേരും 10ലാണ്. നോക്കൂ, ഇവർ പറയുന്നത് വെച്ചിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇയാൾ എത്ര വൃത്തികെട്ട വികൃതമായ ഒരു മനുഷ്യനാണെന്നുള്ളത്. ശരിക്കും എന്താണ് ഇയാൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഇയാൾ പോൺ വീഡിയോകൾക്കൊക്കെ അഡിക്ഷൻ ഉള്ള ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇയാൾ ഇതൊക്കെ കണ്ടിട്ട് അതുപോലെയൊക്കെ വേണമെന്ന് ഇവരോട് പറയുന്നു. ഇവരെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല എന്ന് ഇവർ പച്ചയായിട്ട് പറയുന്നുണ്ട്. എല്ലാവരെ കൊണ്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ ശരിക്കും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ വിഡ്ഢികളുടെ ലോകത്താണ് കുറേ എണ്ണം ഇതുപോലെ ജീവിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇവറ്റകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ജീവിതത്തിൽ എല്ലായിടത്തും നടക്കുന്നത് എന്നൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ. അതായത് ഈ പോൺ വീഡിയോ എന്ന് പറയുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ അല്ല ഇത് ശരിക്കും ഇവർ നിർമ്മിച്ചെടുക്കുന്നത്. ഇത് ഒരുപാട് ദിവസങ്ങളെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ശരിക്കും നമ്മൾ കാണുന്ന റീൽസും സംഭവങ്ങളൊക്കെ പോലെ തന്നെ ഇതും വളരെ സ്ക്രിപ്റ്റഡ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്ക്രിപ്റ്റഡ് ആണ്. അത് കണക്കാക്കി അവർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ ചെയ്ത് പൈസയൊക്കെ മേടിച്ചിട്ട് പോകുന്നത്. ഒരു ദിവസം കൊണ്ടൊന്നും അല്ല ഇതിങ്ങനെ കട്ട് ചെയ്ത് ഒറ്റ ഇതായിട്ട് കാണിക്കുന്നെങ്കിലും. അപ്പോൾ അതുപോലെയൊക്കെ ഒരു നിലവിലൊരു ഭാര്യയോട് ആവശ്യപ്പെടുന്ന ഇവനെയൊക്കെ തിളച്ച വെള്ളം കോരി എവിടെയെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇവർ പറഞ്ഞത് ഒരുപാട് അനുഭവിച്ചു, ഈ 2 പെൺകുട്ടികളെ ഇതുപോലെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നു, അതുപോലെ ഇയാൾ ഭയങ്കര മദ്യപാനിയാണ്, അതുപോലെ തന്നെ ഇയാൾക്ക് അനാവശ്യ വൃത്തികെട്ട സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇയാളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. പറ്റാഞ്ഞിട്ടാണ് ഇവർ ഈ ചാനലുകാരെ സമീപിച്ചത് എന്നാണ് പറയുന്നത്. ചേച്ചി, അതൊരു തെറ്റായ ഒരു ധാരണയാണ് ചേച്ചി. നിങ്ങൾ ശരിക്കും ചാനലുകാരെ സമീപിച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു വാർത്തയായി മാറത്തേ ഉള്ളൂ. ശരിക്കും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയായിരുന്നു ചെയ്യേണ്ടത്. അങ്ങനെ പരാതിപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അവർ നടപടി എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടായിരുന്നു, അതുപോലെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളായതുകൊണ്ട് ചൈൽഡുമായിട്ട് ബന്ധപ്പെടാമായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള നിങ്ങൾക്ക് അതേക്കുറിച്ച് അറിവില്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിലുള്ളവരുമായിട്ട് ചോദിക്കണമായിരുന്നു. അത് അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇതിനി എവിടെയൊക്കെ പോയി നമുക്ക് പരാതി കൊടുക്കാം എന്നൊക്കെ ചോദിച്ചാൽ അവർ തന്നെ നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ നിങ്ങൾ ഇത് ഒന്നും ചെയ്യാതെ നേരെ പോയി ചാനലുകാരെ അറിയിച്ച് കഴിയുമ്പോൾ ഇത് പൊതുജനങ്ങൾ അറിയും. നിങ്ങളെയൊക്കെ ആരും അറിയാതെ ഇരുന്ന നിങ്ങളൊക്കെ കുറേ വൈറലാവും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇത് ഒരുപാട് ചാനലുകാരും ഒക്കെ ഏറ്റെടുക്കുന്നതോടുകൂടി ഈ ഒരു സംഭവത്തിന് കുറേ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ പോവും, അത്രയേ ഉള്ളൂ. പക്ഷേ അതിനേക്കാളും ഒക്കെ ഏറ്റവും നല്ലത് ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു ചാനലുകാർ ഏറ്റെടുത്തില്ലെങ്കിൽ പോലും ഇത് നിങ്ങൾ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഈ 2 പെൺകുട്ടികളെ ഇങ്ങനെ അച്ഛൻ പെരുമാറുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനൊരു നടപടി ഉണ്ടാവാതിരിക്കില്ല. അത്രയ്ക്ക് കൊള്ളാത്ത ഒരു ഭരണകൂടമൊന്നും അല്ല നമ്മളുടേത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനൊന്നും ഒരിക്കലും പോലീസുകാർ പിന്നോട്ട് നിൽക്കില്ല. കാരണം പെൺകുട്ടികളുടെ ജീവനാണ്. അവരിങ്ങനെയുള്ള കേസുകെട്ടുകളൊക്കെ കണ്ടാൽ അവർ കണ്ണടച്ച് കഴിയില്ല. അപ്പോൾ നിങ്ങളതായിരുന്നു ഓർക്കേണ്ടിയിരുന്നത്. ഇതിപ്പോൾ വെറുതെ എല്ലാവരെയും അറിയിച്ചു, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇനിയെങ്കിലും അമ്മമാർ കുറച്ച് ബുദ്ധിപൂർവ്വം പെരുമാറുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊട്ടിഘോഷിച്ച് ചാനലുകാരെയൊക്കെ അറിയിക്കാണ്ട് ഈ കുട്ടികൾക്ക് SSLC പരീക്ഷ പോലും എഴുതാൻ പറ്റാത്ത ഒരു മാനസിക വിഷമത്തിലാണ് ഇവർ. സ്വാഭാവികമായിട്ട് അങ്ങനെയായിരിക്കും. സ്വന്തം അച്ഛനിൽ നിന്നും ഇതുപോലെ ഒരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായും കുട്ടികൾ മനസ്സുകൊണ്ട് അങ്ങ് താഴേക്ക് പോവും. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ കുട്ടികളുടെ സ്കൂളുകളിൽ നിങ്ങൾ അറിയിച്ചിരുന്നെങ്കിലും പ്രധാന അധ്യാപകരെ അറിയിച്ചിരുന്നെങ്കിലും അവർ വഴി നിങ്ങൾക്ക് പോലീസിൻ്റെ സഹായം തേടാമായിരുന്നു. അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് വന്നേനെ. പക്ഷേ നിങ്ങൾ ഈ ചാനലുകാരെ വിളിച്ച് മണ്ടത്തരം കാണിക്കരുതായിരുന്നു. ഇനിയെങ്കിലും ഇതുപോലെയുള്ള അമ്മമാരിങ്ങനെ ചെയ്യാതിരിക്കുക. വെറുതെ എന്തിനാണ് നമ്മൾ പബ്ലിസിറ്റി നേടുന്നത്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കുട്ടികൾ, അത് 2 പെൺകുട്ടികളല്ലേ. അപ്പൊ അമ്മ പറഞ്ഞു 2 പേരും SSLC പരീക്ഷ എഴുതിയിട്ടില്ലെന്ന്. എന്താ കാര്യം? അത് അച്ഛൻ വഴിക്കൊക്കെ വെച്ച് അടിക്കാനൊക്കെ വരും,
അങ്ങനെ പേടിച്ചാണ് ക്ലാസ്സിൽ പോലും പോകാൻ പറ്റാതെ ഹാജരൊക്കെ കുറഞ്ഞത്. അങ്ങനെ അച്ഛനെ പേടിച്ചായിരുന്നു വീട്ടിൽ നിന്നത്. അച്ഛനെ പേടിച്ച് പരീക്ഷ എഴുതിയില്ലേ? ഇല്ല. അച്ഛനെ പേടിക്കാൻ എന്താ കാരണം? അച്ഛൻ ഉപദ്രവിക്കുമല്ലോ ചെയ്യും. അച്ഛൻ ഒരുപാട് അടിക്കും. ഒരു ദിവസം വീട്ടിലിങ്ങനെ അച്ഛനും അമ്മയും കൂടെ വഴക്കൂടിയുമ്പോ അമ്മനെ ഒരുപാട് അടിച്ച് കൊല്ലാന്ന് വിചാരിച്ച് ഞാൻ അവരെ ഇടയ്ക്ക് കയറിയപ്പോഴാണ് അച്ഛൻ മാറി നിൽക്കാന്ന് പറഞ്ഞാണ് പട്ടികളിനെ അടിച്ചത്. പട്ടിയെല്ലാം അടിച്ചോ? എവിടെ മോളെ? അത് കാലിലാണ് അടിച്ചത്. കാലിന്റെ തൊട ഭാഗത്ത്. മുറിവായോ? അത് അവിടെ പൊട്ടി പഴുപ്പും വെള്ളമായിട്ട് കുറെ ദിവസം അങ്ങനെ പോയി. അങ്ങനെ പിന്നെ മരുന്നൊക്കെ വെച്ചാണ് അത് പുറത്തുള്ളത്. എത്ര മക്കളോട് അച്ഛൻ ഇങ്ങനെ ദേഷ്യം തോന്നാൻ കാരണം? അച്ഛൻ വിളിക്കുന്നിടത്തൊന്നും പോകത്തില്ല. പിന്നെ അച്ഛൻ്റെ അടുത്ത് നിൽക്കത്തില്ല. അച്ഛൻ പോലെ ഇരിക്കുകയാണെങ്കിൽ അടുത്ത് പിടിച്ചിരുത്തി നമ്മൾ നിൽക്കത്തില്ല. കൈയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് പോകുമ്പോഴേ അച്ഛൻ അങ്ങനെ പിടിച്ചു നിർത്തും. ആ ഒരു ഇതിലാണ് അച്ഛൻ വഴക്കുണ്ടാക്കുന്നത്. നമ്മൾ അച്ഛൻ്റെ അടുത്ത് ചെല്ലാത്തതുകൊണ്ട്. അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ അച്ഛന്റെ കൂടെ ചെല്ലാത്തോണ്ടാണ് നിങ്ങളുടെ രണ്ടുപേരുടെ അച്ഛൻ ഇത്ര ദേഷ്യം. ഇതാണ് ഞാൻ പേടിച്ച് എത്ര 18 വർഷമായി ഈ മക്കളെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടുന്നു. ഒരു കാക്കയ്ക്ക് പറന്നു പറ്റാൻ ഒരു ജില്ലയുണ്ട്. ഞാൻ എത്ര നാളെ ഈ മക്കളെ കൊണ്ട് ഈ പെമ്മക്കളെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടും. രാത്രി എന്റെ ചെറിയ ഒതുക്കാൻ മക്കളാ പകലടുത്ത് അടിച്ച് എന്റെ കൊച്ചിന്റെ കാല് കുറിഞ്ഞിരിക്കുന്നു. പിടിച്ച് തള്ളിയിട്ട് എന്റെ കൊച്ചിന്റെ തല ഒന്ന് ഇടിച്ച് ഇളയ മോള തല ഇടിച്ച്. ഞാൻ വിചാരിച്ച എന്റെ കൊച്ചു മരിച്ചു പോയെന്ന്. ഇയാളുടെ കൂടെ എന്തിനാ ഇനിയും ജീവിക്കുന്നതെന്ന് പറഞ്ഞ് 2 പെൺകൊച്ചുങ്ങളല്ലേ. എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞ ഒരു കുടുംബമാകുമ്പോഴത്തേന് അടിയും വഴക്കും കാണും. അവര് എങ്ങനെയായിരുന്നാലും മക്കളെ നീ സഹിച്ചു പോകും. എന്റെ ചേട്ടത്തിയാരും പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ ആയിട്ട് ചേച്ചി കേസ് കൊടുക്കും? എന്തല്ലേ, എന്തിനാ ഇങ്ങനെ സഹിച്ചു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ചേച്ചി പറയുന്നൊരു വാക്കുണ്ട്. 2 പെൺകുട്ടികളല്ലേ, എല്ലാവരും പറഞ്ഞു കുടുംബമായിട്ട് അടിച്ചു പിരിഞ്ഞ് പോവാൻ എളുപ്പമാണ്, 2 പെൺകുട്ടികളല്ലേ എന്ന്. എൻ്റെ പൊന്ന് ചേച്ചി, നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ? നിങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്. അതാണ് ഞാനും പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടികളുടെ മാനം പോലും കാക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. അതിന് കാരണക്കാരൻ പുറത്തുനിന്നുള്ള ആളുകൾ ആരുമല്ല, നിങ്ങളുടെ കൂടെ താമസിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഭർത്താവിനെ ഒഴിവാക്കുന്നതല്ലേ നിങ്ങളുടെ മക്കൾക്ക് സേഫ്? നിങ്ങൾ പറയൂ, നിങ്ങളുടെ മക്കൾക്ക് സേഫ്റ്റി ഉണ്ടാവുന്നത് നിങ്ങൾ ആ ഒരു മനുഷ്യനെ ഒഴിവാക്കുമ്പോഴാണ്. നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾ പോകുന്നിടത്തൊക്കെ ഈ കുട്ടികളെ ചിറകിൻ കീഴിൽ വച്ച് കെട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. അതുപോലെ ഇങ്ങനെ പേടിച്ചിട്ട് കുട്ടികളെ അങ്ങേരെ അടുത്ത് വിടാൻ പറ്റില്ല. കുട്ടികളും പറയുന്നുണ്ട്, അച്ഛൻ മടിയിൽ പിടിച്ചിരുത്താൻ നോക്കും, കയ്യിൽ ചേർത്ത് പിടിക്കും, കൈതട്ടി മാറ്റും. ഇതൊക്കെ അച്ഛന് വിരോധമാണ്. അച്ഛനെ അടിക്കും, ഒരിക്കൽ അടിച്ച് പട്ടിയലിന് തൊട പൊട്ടി പഴുപ്പും വെള്ളമായി എന്നൊക്കെ ഈ കുഞ്ഞു തന്നെ പറയുന്നുണ്ട്. നിങ്ങളും അത് ശരിവെക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഈ ഒരു മനുഷ്യനെ ഒഴിവാക്കാത്തത് എന്താ എന്ന് ചോദിച്ചപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തത് 2 പെൺകുഞ്ഞുങ്ങളല്ലേ എന്ന്. 2 പെൺകുഞ്ഞുങ്ങളുടെ മാനമല്ലേ തല്ലേ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് അവരുടെ മാനമല്ലേ വേണ്ടത്? നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭർത്താവിന്? നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഭർത്താവില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലേ? അതാണോ? അല്ല, ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാനേ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഞാനും അമ്മയാണ്. എനിക്കുണ്ട് 2 കുട്ടി, ഒരാണും ഒരു പെണ്ണും. അപ്പോൾ എനിക്ക് എൻ്റെ മകളുടെയും മകൻ്റെയും ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ അവരുടെ പിതാവിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അവനെ ചേരവത്തടി കൊണ്ട് തലമണ്ടയ്ക്ക് അടിച്ച് പൊട്ടിച്ച് കൊല്ലും ഞാൻ. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. കാരണം അവർക്ക് ജന്മം നൽകിയ ഒരാൾ അവരെ ഈ ഒരു രീതിയിൽ കാണുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയണോ? അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവരുതൊരിക്കലും. ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അവനെ അടിച്ചേറ്റി കളയണം. നിങ്ങളുടെ ചേച്ചിയും ചേട്ടനും ഒക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. കാരണം പെൺകുട്ടികളല്ലേ, അവർക്ക് ബാധ്യതയായിട്ട് എന്തെങ്കിലും മാറും എന്നുള്ള ഭയം അവർക്കുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. 5 കേസ് കൊടുത്തിട്ടുണ്ട് പള്ളിക്ക സ്റ്റേഷനിൽ. അവര് ഇറങ്ങി ആവട്ടെ തിരട്ടെ ആവട്ടെ ഒന്നും ചെയ്തിട്ടില്ല. പണമുണ്ട്. എന്റെ ഭർത്താവിന് എങ്ങനെയായിരുന്നു ചേച്ചി? കൊടുമൂട്ടി ദേവി ക്ഷേത്രത്തിൽ വെച്ച് എങ്ങനെ ഇരിക്കുന്നു? ഇനി നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ തന്നെ പറയുകയാണ്, പള്ളിക്ക പോലീസ് സ്റ്റേഷനിൽ 5 കേസ് ഇവർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവരാരും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ ഇവർ മീഡിയക്കാരെ അറിയിച്ചതിൽ ഒരു തെറ്റുമില്ല. അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നു ഇവർ സ്റ്റേഷനിൽ കേസൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞതായിരുന്നു കറക്റ്റ്. പക്ഷേ ഇവർ കേസ് കൊടുത്തിട്ടും വകവെച്ചിട്ടില്ല, മൈൻഡ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, മെയിൻ മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ, മെയിൻ ചാനലുകൾ ദയവ് ചെയ്ത്
ഈ ഒരു വാർത്ത നിങ്ങൾ ഏറ്റെടുക്കണം. ഞാൻ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ കേൾക്കില്ലായിരിക്കും. നമ്മളുടെയൊക്കെ കുഞ്ഞു ചാനലുകളാണ്, ഉയർന്നു വരാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഈ ഒരു ചാനലിലെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കണ്ടിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 52,279 പേര് കണ്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോ. ഇത് 5 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മെയിൻ ചാനലുകൾ ഇതൊന്ന് ഏറ്റെടുത്തിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക. 5 കേസ് ഒരു അമ്മ കൊടുത്തു എന്ന് പറയുമ്പോൾ, അതും ഈ അച്ഛൻ്റെ പേരിൽ കൊടുത്തു എന്ന് പറയുമ്പോൾ, അത് പോലീസുകാർ അന്വേഷിച്ചില്ലെങ്കിൽ അത് വലിയ വീഴ്ച തന്നെയാണ്. ഇവരെന്താ ഈ കുട്ടികളെ അയാൾ റേപ്പ് ചെയ്യുന്നത് വരെ ഇവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? അങ്ങനെയാണോ ചെയ്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണ്. സമൂഹ വിവാഹമായിരുന്നു അല്ലേ? അപ്പൊ ചേച്ചിക്ക് സ്വന്തമായിട്ട് വീട് സ്ഥലം ഒന്നുമില്ല. ഈ ഒരു വാടക വീട് ഓടയാണ്. ഈ മക്കളെ കൊണ്ട് അയാളെ പേരടിച്ച് ഒന്നും കിടന്നുറങ്ങുമ്പോ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കള്ളക്കെത്തി വെച്ച് കിടത്തി ഉറങ്ങും. രാവിലെ നേരം വിളക്കുമ്പോഴത്തേന് ഞാൻ എന്റെ വഴിക്ക് ഞാൻ പോകും. കാരണം എന്റെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആഹാരം വേണ്ടേ, ഉടുക്കാൻ തുണി വേണ്ടേ, എണ്ണ വേണ്ടേ. എന്റെ അച്ഛനും അമ്മ എത്ര നാൾ എന്നെ നോക്കും. ഇവരെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങളെ ഇട്ട് എറിഞ്ഞിട്ട് ഈ കാലത്ത് ഇത് ഞാൻ ഇറങ്ങി ജോലിക്ക് പോകും. വഴിക്ക് വന്നിട്ട് എന്നെ ഉപദ്രവിക്കുന്ന എന്റെ മക്കളെ എനിക്കോ എന്റെ കുഞ്ഞുങ്ങൾക്കോ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ എന്റെ ജനങ്ങൾ ഇതൊന്നും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിച്ചാൽ ഒരു മണ്ണോ ഒരു വീടോ ഒന്നും എനിക്കില്ല. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്ര നാളെ ഞാൻ ഇങ്ങനെ ഓടുമ്പോളെ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു ചെറിയോട് ഒരു പെണ്ണുങ്ങൾക്ക് കൊടുക്കല്ലേ ദൈവമേ. മനടുത്ത് പറഞ്ഞു ഞാൻ ഇനി പറയാൻ ലോകത്ത് ആളില്ല. തിരുവനന്തപുരത്ത് വനിതാസനിൽ മാത്രമേ ഞാൻ പോകാനുള്ളൂ. ബാക്കി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ മൊത്തവും പോയിട്ടുണ്ട്. ആർക്കും ഒരു മനസാക്ഷി ഇല്ലല്ലോ. ജനങ്ങൾ കാണുമ്പോഴെങ്കിലും ഈ മക്കൾക്ക് നീതി ലഭിക്കും. അതാണ് പറയുന്നത്. ഇവർ വനിതാ സെല്ല് ഒഴികെയുള്ള എല്ലാ സ്ഥലത്തും അവർ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ടും ആരും ഇവരെ സഹായിച്ചില്ലെന്ന് പറയുമ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണോ ഈ അമ്മയ്ക്കും മക്കൾക്കും എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ? അതിനുശേഷം നിങ്ങൾ എല്ലാവരും മുണ്ട് മുറുക്കി ഉടുത്ത് ഇറങ്ങോ കച്ച കെട്ടിയിട്ട്? അതാണോ? ഈ ലോകത്ത് ഒരെണ്ണം ഒരു അപകടം സംഭവിച്ചതിന് ശേഷമല്ല അതിനെക്കുറിച്ചിട്ട് വിമർശിക്കാനും സങ്കടപ്പെടാനും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരേണ്ടത്. അത് ഉണ്ടാവാതിരിക്കാനാണ് നോക്കേണ്ടത്. എന്തായാലും കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. ഈ പാവങ്ങൾക്ക് എവിടെ ചെന്നാലും ഒരു വിലയും ഇല്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവർക്ക് നിവൃത്തിയില്ല. ഇവരുടെ സ്ഥാനത്ത് വലിയ ബംഗ്ലാവിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പുതുപ്പണക്കാരാരെങ്കിലും ആണ് ഇതിനൊക്കെ ഒരു ചെറിയൊരു പെറ്റീഷൻ കൊടുക്കണ്ട, വിളിച്ചു പറഞ്ഞാലും അതിനെയൊക്കെ ആക്ഷൻ എടുക്കുമല്ലോ. ഇവർക്ക് 5 കേസ് കൊടുത്തു പള്ളിക്ക പോലീസ് സ്റ്റേഷനിൽ. അതിനുശേഷം അവർക്ക് എവിടെയൊക്കെ പോകാൻ പറ്റി, വനിതാ സെല്ല് ഒഴികെയുള്ള സ്ഥലങ്ങളിൽ അത്രയും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പോയി. എന്നിട്ട് ഇവർക്കൊരു നീതി ലഭിച്ചില്ലെന്നെങ്കിൽ കഷ്ടം തന്നെയാണ്. ഇവർക്ക് ഒരു വേള മനുഷ്യൻ്റെ കാര്യമാണ്. ഇവർക്ക് തോന്നുന്നു ഈ ഒരു മനുഷ്യൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൂട്ടത്തോടെ മരിച്ചു കളയാം എന്ന് ചിന്തിച്ചിട്ട് ഈ അമ്മയും ആ 2 പെൺകുഞ്ഞുങ്ങളും എന്തെങ്കിലും ചെയ്തു എന്നിരിക്കട്ടെ. അതല്ലെങ്കിൽ ആ പെൺകുഞ്ഞുങ്ങൾ അച്ഛനിൽ നിന്നും ഇങ്ങനെ ഡെയിലി ഇങ്ങനെ അച്ഛനെ ഭയന്ന് കഴിയുന്നു, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി കുട്ടികൾ എന്തെങ്കിലും ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ ഇറങ്ങില്ലേ എല്ലാവരും? അപ്പോൾ അതിൻ്റെ തന്നെ ഈ ഇൻക്വസ്റ്റ് നടപടികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ പോലീസുകാർ തന്നെ കച്ചകെട്ടി ഇറങ്ങില്ലേ? ബാക്കിയുള്ള ഇവർ ചെന്ന് ആരുടെയൊക്കെ കാല് പിടിച്ചോ അവരൊക്കെ ഇറങ്ങില്ലേ? അപ്പോൾ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷമല്ല അതിന് ഒരു പരിഹാര മാർഗം കാണേണ്ടത്. സംഭവിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? പുള്ളിയെ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരിക, ജയിലിൽ കൊണ്ടുപോവുക. അതിന് മുമ്പായിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ബിരിയാണിയും പൊറോട്ടയും ചിക്കനും ഒക്കെ വേണമെങ്കിൽ അത് മേടിച്ചു കൊടുക്കുക. വൈകിട്ട് 4 മണിക്ക് ചായ മേടിച്ചു കൊടുക്കുക. യൂറോപ്യൻ ക്ലോസറ്റിൽ തൂറാൻ കൊണ്ടിരുത്തുക. ഇതൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും ഈ ഒരു വാർത്ത കാണുന്ന എല്ലാ സഹോദരങ്ങളോടും പറയുകയാണ്, ദയവ് ചെയ്ത് എല്ലാവരും ഈ ഒരു അമ്മയ്ക്കും 2 പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണരണം. നിങ്ങളെല്ലാവരും പ്രതികരിക്കണം. ശക്തമായ രീതിയിൽ ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ പ്രതികരണം ഉണ്ടാവണം എല്ലാ ഭാഗത്തു നിന്നും. പിന്നീട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, കുണൂജ എന്ന് പറയുന്ന യുവതിക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ടിരിക്കുന്ന സഹോദരങ്ങൾ ഇതുകൂടി ഒന്ന് കണ്ടിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരിക്കും.
പോവാനൊരു പോക്കടി ഇല്ലാണ്ട് ഈ 2 പെൺകുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ച് കരയുന്ന ആ ഒരു കാഴ്ച നിങ്ങളൊക്കെ കാണണം. ശരിക്കും നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തനൂജയുടെ അനുയായികൾ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗുണ്ട്, നിങ്ങളെന്താ ഒരു മനുഷ്യ സ്ത്രീയല്ലേ, നിങ്ങൾക്ക് കണ്ണില്ലേ, ഒരു അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ, അവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് തള്ളേ കുഴപ്പമെന്നും പറഞ്ഞൊക്കെ കുറേ എണ്ണം കുരയ്ക്കാനായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. നീയൊക്കെ ഇതുകൂടി ഒന്ന് കാണണം. ഓക്കെ, നീയൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കണം. 2 പ്രായപൂർത്തിയാവാറായ പെൺകൊച്ചുങ്ങളെയും കൊണ്ട് ഈ അമ്മ ഇങ്ങനെ അച്ഛൻ്റെ ശല്യം കൊണ്ട് കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാതെ നെഞ്ച് പൊട്ടിക്കരയുന്ന ഈ ഒരു കാഴ്ച നീയൊക്കെ എല്ലാവരും കാണണം. നിനക്കൊക്കെ സാധിക്കുമോ ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കാനായിട്ട്? പറ്റില്ല അല്ലേ? നിങ്ങൾ കൊടുക്കും, സെലിബ്രിറ്റികൾക്കേ കൊടുക്കുള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്യത്തുള്ളൂ, അങ്ങനെ ചെയ്യാവൂ, അതേ നിങ്ങൾ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ശീലം കമൻ്റ് ഇട്ട് തെറി വിളിക്കാൻ മാത്രമാണ്. ഇത്തരക്കാരെ വേണം സഹായിക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനസ്സോടുകൂടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷെഫീന ബീഗം. അവർ കാണണം. ഇത് പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നടന്ന സംഭവമാണ്. അപ്പോൾ എല്ലാവരും തെറിത്താത്ത എന്നൊക്കെ വിളിക്കുമെങ്കിലും ഒരു പ്രശ്നം ഒരാൾക്കുണ്ടാവുമ്പോൾ ആരുടെയും സഹായമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാനുള്ളൊരു മനസ്സുള്ള സ്ത്രീയാണ് അവർ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഇവർക്ക് എന്തെങ്കിലും ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്തു കൊടുക്കണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.